അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, നാം ഏത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത എല്ലാ ഇബാദത്തുകളും നമ്മളിലേക്ക് തന്നെ പഴംതുണി ചുരുട്ടിയെറിയുന്നത് പോലെ ചുരുട്ടി നമ്മളെ മുഖത്തേക്ക് തന്നെ എറിയപ്പെടുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ ഏത് ഇബാദത്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നതോടൊപ്പം ഇഖ്ലാസ് വേണം. കണ്ടില്ല, നോമ്പ് പറയുന്നിടത്ത് മൻസാമ റമദാന ഈമാനും എഹ്തിസാബും പ്രതിഫല ഇച്ഛ അള്ളാഹുവിൽ നിന്ന്, അതോടൊപ്പം വിശ്വാസവും. ഇത് രണ്ടുമാണ് എല്ലാ ഇബാദത്തിലും വേണ്ടത്. നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ. ഇതുണ്ടാകണമെങ്കിൽ കൃത്യമായി ഇഖ്ലാസ്, ആത്മാർത്ഥമായിട്ടായിരിക്കണം അള്ളാഹുവിന് നാം ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല ഇഖ്ലാസോട് കൂടിയിട്ടുള്ള ഇബാദത്തല്ലാതെ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ ഇഖ്ലാസോടല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിച്ചിട്ടില്ല. അത് എന്തെങ്കിലും പ്രദർശനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാഷനായിട്ടോ ഒന്നും ചെയ്യാനുള്ളതല്ല ഇബാദത്ത്. അത് കൃത്യമായി അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായിട്ടും കർമ്മങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു താലയുടെ അടുക്കൽ സ്വീകാര്യമാകുന്നത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാനവ, എന്താണോ അയാൾ അമലുകൾ ചെയ്യുമ്പോഴുള്ള നിയ്യത്ത്, അതുപോലെയായിരിക്കും അള്ളാഹു താലാൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുക. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലുടെയും ത്യാഗം അള്ളാഹുവിനും റസൂലിനുമാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ്റെ യാത്ര, അവൻ്റെ ത്യാഗം അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുന്യാ യുസീബുഹ അവ ഇംറഅത്തിൻ യൻകിഹുഹ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അതല്ല അവൻ്റെ ത്യാഗം എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴുമുള്ളൊരു ത്യാഗം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു വല്ല സമ്പത്തോ ഒക്കെ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് അവനക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള യാതൊരു കാര്യവും കിട്ടുകയില്ല. അവൻ്റെ ത്യാഗം അള്ളാഹുവിലേക്കും റസൂലിലേക്കും അല്ല, ഭൗതികമായ നേട്ടങ്ങളിലേക്കുള്ളതാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാ ഇതിനെല്ലാം കൂടി അവലംബിച്ചുകൊണ്ട് പറഞ്ഞു, അന്നാസു കുല്ലുഹും ഹൽക്ക, ജനങ്ങളൊക്കെ തന്നെ നഷ്ടത്തിലാണ്. ഇല്ലൽ ആലിമൂൻ, പണ്ഡിതന്മാരൊഴികെ. വൽ ആലിമൂന കുല്ലുഹും ഹൽക്ക, ആലിമീങ്ങളും നഷ്ടത്തിലാണ്. ഇല്ലൽ ആമിലീൻ, ഇൽമിനനുസരിച്ച് ഇബാദത്ത് ചെയ്തവരൊഴികെ. വൽ ആമിലൂന കുല്ലുഹും ഹൽക്ക, അങ്ങനെയുള്ള ആബിദീങ്ങളും നഷ്ടത്തിലാണ്. ഇല്ലൽ മുഖ്ലിസീൻ, ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടു കൂടി ഇബാദത്ത് ചെയ്തവരൊഴികെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ മുഖ്ലിസൂന അലാ ഖത്റിൻ അദീം, ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങൾ വലിയ ഭയത്തിലാണ്. കാരണം അവർ വലിയ അപകടത്തിലാണ്. എപ്പോഴാണ് ഇത് നഷ്ടപ്പെടുക എന്ന പേടിയിലാണ്. ഇഖ്ലാസ് ഉണ്ടായതുകൊണ്ടും എന്തായില്ല, അമലുകൾ പൊളിഞ്ഞു പോവില്ല എന്ന ഭയം അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇതായിരുന്നു സഹാബാക്കളുടെ അവസ്ഥ. സ്വർഗം വസിയത്ത് ചെയ്ത സഹാബികൾ പോലും നരകത്തെ ഓർത്ത് കരയുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു 10 ആളുകളിൽപ്പെട്ട ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. യാ ഉസ്മാൻ അന്ത ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആളാണ്. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ട പൊട്ടി കരയും. കാരണം എന്താ? തൻ്റെ ഇഖ്ലാസ് ഏറ്റവും നഷ്ടപ്പെടുമോ, തൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ, അള്ളാഹുവേ എന്നുള്ള ഭയമായിരുന്നു അവർക്ക്. ഇന്ന് യാതൊരു ഈമാനും ഇഖ്ലാസും ഇല്ലാത്ത ആളുകളുടെ കയ്യിലാണ് സ്വർഗവും നരകവും. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കുമ്പോൾ മറ്റേ കൂട്ടർ പറയുന്നു, ഞാൻ അവരെ നരകത്തിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന്. ഇത്രമാത്രം അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഒരു വളരെയധികം കുഴപ്പം പിടിച്ച ആളുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇഖ്ലാസോടു കൂടി ജീവിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.